യുഎസിനെ ഞെട്ടിച്ച് വീണ്ടും ആണവ പദ്ധതി സജീവമാക്കി ഇറാൻ. ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി പുനർനിർമ്മിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ഇസ്രായേൽ യുഎസ് ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. അറ്റോമിക് എനർജി ഓർഗനൈസേഷനിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണങ്ങളെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കിയത്. ഫാക്ടറികളും കെട്ടിടങ്ങളും തകർത്തത് തങ്ങൾക്കൊരു വലിയ പ്രശ്നമല്ലെന്നും വീണ്ടും ശക്തമായ രീതിയിൽ അവ പുനർനിർമ്മിക്കുമെന്നാണ് ഇറാൻ വിശദമാക്കുന്നത്. ആണവ മേഖലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം വന്നത്. എന്നാൽ ടെഹ്റാൻ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ വീണ്ടും ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ അവ പുനർനിർമ്മിക്കുമെന്ന് മസൂദ് ഫെബ്രുവരിയിലും പ്രതികരിച്ചിരുന്നു. ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ട ഇസ്രായേൽ യുദ്ധത്തിനിടെ ഇറാന്റെ പ്രമുഖ ശാസ്ത്രജ്ഞരടക്കം കൊല്ലപ്പെട്ടിരുന്നു. അതേസമയം ഇസ്രായേൽ യുഎസ് ആക്രമണങ്ങൾ തകർന്ന ആണവ കേന്ദ്രങ്ങൾ മുൻപത്തേക്കാൾ ശക്തമായി പുനർനിർമ്മിക്കുമെന്ന് ഞായറാഴ്ചയാണ് വ്യക്തമാക്കിയത്. സ്തംഭിച്ച നയതന്ത്രം പുനരുജ്ജീവിപ്പിക്കാൻ ഒമാൻ ടെഹ്റാനോടും വാഷിംഗ്ടണിനോടും ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ ആണവ പരിപാടി സന്ദർശിച്ചപ്പോൾ ടെഹ്റാൻ മുമ്പത്തേക്കാൾ ശക്തമായി നിർമ്മിക്കുമെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. കെട്ടിടങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഇറാനിയൻ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും ആവശ്യമായ ആണവ പരിജ്ഞാനമുണ്ടെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം തന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു. അതേസമയം ഇറാന്റെ പരമ്പരാഗത ഇടനിലക്കാരനായ ഒമാനെ ഉദ്ധരിച്ച് AFP ഇരു രാജ്യങ്ങളും ചർച്ച പുനരാരംഭിക്കുമെന്ന് ശനിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിലേക്ക് മടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദി ബഹ്റൈനിൽ നടന്ന IISS മനാമ ഡയലോഗ് സമ്മേളനത്തിലാണ് പറഞ്ഞത്. ജൂണിൽ ഇറാനെതിരെ ഇസ്രായേൽ അഭൂതപൂർവമായ ഒരു ബോംബാക്രമണം നടത്തി. ഇത് 12 ദിവസത്തെ യുദ്ധം ആരംഭിച്ചു. ഈ സമയത്ത് അവർ ആണവ സൈനിക സൗകര്യങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടിരുന്നു. ആക്രമണങ്ങളിൽ നിരവധി ഉന്നത ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേൽ നഗരങ്ങളെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇറാന്റെ മിസൈൽ ഡ്രോൺ പദ്ധതികൾക്ക് മേൽ ഉടൻ തന്നെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക അടുത്തിടെ പറഞ്ഞിരുന്നു. വരും ദിവസങ്ങളിൽ ഇറാനെതിരെ മിസൈൽ ഡ്രോൺ പദ്ധതി ഉൾപ്പെടെ പുതിയ ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തുമെന്നും റവല്യൂഷണറി ഗാർഡുകളും ഇറാൻ പ്രതിരോധ മന്ത്രാലയവും ഉൾപ്പെടെ സള്ളിവൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ സഖ്യകക്ഷികളും പങ്കാളികളും ഉടൻ തന്നെ അവരുടേതായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭ ഇറാനുമേൽ ആയുധ ഉപരോധം ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയിരുന്നു. ടെഹ്റാൻ, യൂറോപ്യൻ യൂണിയൻ, US, മറ്റ് ആഗോള ശക്തികൾ എന്നിവ തമ്മിലുള്ള ബഹുമുഖ ആണവ കരാറായ നാഴികക്കല്ലായ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം 2015 മുൻപുള്ള നിയന്ത്രണങ്ങൾ ഈ നടപടികൾ പുനരുജ്ജീവിപ്പിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.